എല്ലാവർക്കും I+ ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഫുഡ് അനലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കോഴ്സിനകത്ത് നമ്മുടെ 4th മൊഡ്യൂളിൽ വരുന്ന ഫുഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ടോപ്പിക്കിനകത്തുള്ള ഒരു ചെറിയ ടോപ്പിക്കാണ്, പക്ഷെ നമുക്ക് 10 മാർക്കോളമാണ് ഈ ഒരു ടോപ്പിക്കിൽ വേണ്ടിയിട്ട് ഡിവിഷൻ കൊടുത്തിരിക്കുന്നത്, മാർക്ക് ഡിവിഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്ലാസ് ആണ് നമ്മളിവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫുഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ആദ്യം വരുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസിക് ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ബേസിക് ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മൾ ഇമാജിൻ ചെയ്യുക, അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ജ്യൂസ് കുടിക്കുകയാണ് അല്ലെ, നമ്മൾ ഒരു ബോട്ടിലിനകത്ത് ജ്യൂസ് വാങ്ങിച്ചു കുടിക്കുകയാണ്. അപ്പൊ ഈ ജ്യൂസ് വാങ്ങിച്ചു കുടിക്കുമ്പോഴത്തേക്ക് ഈ ജ്യൂസ് എങ്ങനെയാണ് നമുക്കത് ബോട്ടിലേക്ക് എത്തുന്നത്? അതിന് മുന്നേ ഇതിപ്പോ ഒരു മാംഗോ ജ്യൂസ് ആണെന്ന് വിചാരിക്കും. ഇപ്പൊ നമ്മൾ യൂഷ്വലി കോമൺലി എല്ലാവർക്കും അറിയുന്ന സാധനമാണ് നമ്മുടെ മാംഗോ ഫ്രൂട്ടി എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഈ ഫ്രൂട്ടി എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് അങ്ങനെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടായി തന്നെയാണോ? അല്ല, അത് നമ്മൾ റോ മെറ്റീരിയൽ, അതിന്റെ ബേസിക് റോ മെറ്റീരിയൽ എന്താണ്? അതിന്റെ ആ ഒരു മാങ്ങയുടെ പൾപ്പാണ് അല്ലെ, അല്ലെങ്കിൽ അതിന്റെ ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്തതാണ്. അപ്പൊ ഈ മാങ്ങ എന്ന് പറയുന്ന ആ ഒരു റോ മെറ്റീരിയലിനെ അത് കളക്ട് ചെയ്ത്, അത് ക്ലീൻ ചെയ്ത്, അത് കട്ട് ചെയ്ത്, അതിനകത്ത് നിന്ന് പൾപ്പ് എക്സ്ട്രാക്ട് ചെയ്ത്, പിന്നെ അതിനകത്ത് വേണ്ട കാര്യങ്ങൾ ആഡ് ചെയ്ത്, അതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്ത് ഫൈനലി ഇതിനെ പാക്കേജ് ചെയ്ത് അല്ലെ നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുമ്പോഴാണ് നമ്മൾ അത് ആ ഒരു ഫ്രൂട്ട് ജ്യൂസ് എന്ന രീതിയിൽ അതിനെ കൺസ്യൂം ചെയ്യുന്നത്. അങ്ങനെ ഓരോ ഫുഡ് ഐറ്റും അല്ലെ, അങ്ങനെ എന്ത് സാധനമാണെങ്കിലും ഒരു റോ മെറ്റീരിയൽ ആയിട്ട് തുടങ്ങി അതൊരു ഫൈനൽ പ്രോസസ്ഡ് ഫുഡിലേക്ക് ആകുന്നിടം വരെ ഇതിന്റെ ആ ഒരു ആ ഒരു ഫുഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ആ ഒരു എൻറ്റയർ ലെങ്ത് ഓഫ് ആ ഒരു പ്രോസസ്സിങ്ങിനകത്ത് കുറെ കാര്യങ്ങൾ ഇൻവോൾവ് ആണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് ആദ്യം പറയുമ്പോഴത്തേക്ക് റോ മെറ്റീരിയൽസിന്റെ ആ ഒരു കളക്ഷൻ വരുന്നത്, അതിൽ തന്നെ പ്രധാനമായിട്ടും ക്ലീൻ ചെയ്യുന്നുണ്ട്, അതിനെ പിന്നെ ഗ്രേഡിങ് ചെയ്യുന്നുണ്ട്, പിന്നെ അല്ലെങ്കിൽ സോർട്ടിങ് ചെയ്യുന്നുണ്ട്, പിന്നെ അതിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഈ ഒരു ബേസിക് യൂണിറ്റ് ഓപ്പറേഷൻസ് ഈ ഒരു ഫുഡ് ഇൻഡസ്ട്രിക്കകത്ത് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫുഡ് പ്രോസസ്സിംഗ് ഇൻവോൾവ്സ് എ സീരീസ് ഓഫ് മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ ഓപ്പറേഷൻസ് ദാറ്റ് ട്രാൻസ്ഫോം റോ അഗ്രികൾച്ചറൽ ഓർ ആനിമൽ ബേസ്ഡ് മെറ്റീരിയൽസ് ഇൻ ടു കൺസ്യൂമബിൾ ഫുഡ് പ്രോഡക്ട്സ് അല്ലെ. ഇവിടെ നമ്മൾ റോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? വെജിറ്റബിൾ അല്ലെങ്കിൽ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമല്ല, പിന്നെ എന്താണ്, അനിമൽ സാധനങ്ങളും വരും അല്ലെ. ഇപ്പൊ ഒരു സോസേജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മീറ്റ് പ്രോഡക്റ്റ് ആണ് അല്ലെ. അപ്പൊ ആ ഒരു സോസേജ് എന്ന് പറയുന്ന ആ ഒരു ഫോമിലേക്ക് അത് മാറുന്നതിന് മുന്നേ അത് കുറെ യൂണിറ്റ് ഓപ്പറേഷൻസിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ദീസ് ബേസിക് ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് ഓപ്പറേഷൻസ് ആർ ഫണ്ടമെന്റൽ സ്റ്റെപ്സ് ദാറ്റ് എൻഷുർ ഫുഡ് ക്വാളിറ്റി. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ബേസിക് ഫുഡ് ഓപ്പറേഷൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്? നമ്മളിലേക്ക് എത്തുന്ന, അതായത് റോ മെറ്റീരിയലിൽ തുടങ്ങി ഫൈനൽ ആ ഒരു പ്രോഡക്റ്റ് ആ ഒരു കൺസ്യൂമർ എന്ന് പറയുമ്പോൾ നമ്മളിലേക്ക് എത്തുമ്പോഴത്തേക്ക് എന്താണ്? അത് സേഫ് ആയിരിക്കണം, അത് നമുക്ക് കൺസ്യൂം ചെയ്യാനായിട്ട് സേഫ് ആയിരിക്കണം അല്ലെ. നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള അതൊരു ഹാംഫുൾ ആയിട്ട് മാറരുത്, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഡേഞ്ചറസ് ഇഫക്റ്റ് നമുക്ക് ഉണ്ടാവരുത്. അതുപോലെ തന്നെ അതിനൊരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം അല്ലെ, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം അല്ലെ. ആൻഡ് എക്സ്റ്റെൻഡഡ് ഷെൽഫ് ലൈഫ്, അതുപോലെ തന്നെ എന്താണ്, ഇതിന്റെ ഷെൽഫ് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം അല്ലെ. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ കുറെ മാംഗോ അല്ലെ, ഇപ്പൊ നമ്മളിപ്പോ ജ്യൂസിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്തുകൊണ്ട് വരികയാണ്. നമ്മൾ ഈ എല്ലാ മാംഗോനെയും കൂടെ വെറുതെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ക്ലീൻ ചെയ്ത് ജ്യൂസ് അടിച്ചങ്ങ് വിടുവാണെന്നുണ്ടെങ്കിൽ ഇത് ലോങ് ടൈം ഇരിക്കുവോ? ഇല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ലത് കാണും അല്ലെ, വളരെ മോശം ക്വാളിറ്റി ഉള്ളത് കാണും, വളരെ നല്ല ക്വാളിറ്റി ഉള്ളത് കാണും. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്രേഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഗ്രേഡ് ചെയ്യുന്ന ഓരോന്നിനെയും ഓരോ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഓരോ യൂണിറ്റ് ഓപ്പറേഷൻസും എന്താണ്? നമുക്ക് ഫുഡിന്റെ ക്വാളിറ്റി മാത്രമല്ല, ആ ഒരു ഫുഡിന്റെ നമ്മുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റെൻഡഡ് ഷെൽഫ് ലൈഫ് അല്ലെ, അതിന്റെ ആ ഒരു ഷെൽഫ് ലൈഫ്, ഒരുപാട് നാൾ ഇരിക്കുക എന്നുള്ള ആ ഒരു ഷെൽഫ് ലൈഫും കൂടി ഉറപ്പുവരുത്തുന്നുണ്ട്. ദേ ഇൻക്ലൂഡ് പ്രോസസ് സച്ച് ആസ്, ഏതൊക്കെയുണ്ട്? ക്ലീനിങ് ഉണ്ട്, ഗ്രേഡിംഗ് ഉണ്ട്. ഓക്കെ, ക്ലീനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മളൊരു സാധനം കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മൾ ക്യാരറ്റ് അല്ലെ, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു റോ മെറ്റീരിയൽ നമ്മൾ കളക്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് സാധനങ്ങൾ നമ്മൾ ആ കളക്ട് ചെയ്യുന്ന സാധനങ്ങളിൽ തന്നെ കാണും അല്ലെ. പിന്നീട് നമ്മളത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്തും അതിനകത്ത് പല രീതിയിലുള്ള, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷന്റെ സമയത്തും ഒക്കെ പല രീതിയിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ അതിനകത്ത് വരാം. അപ്പൊ ഇതിനെല്ലാം മാറ്റിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാണ്. പിന്നെ ഈ ഗ്രേഡിംഗ് ഉണ്ട്, അതിലൊക്കെ തന്നെ സോർട്ടിംഗ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ രണ്ടും സൈഡ് ബൈ സൈഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരുമിച്ചിട്ട് തന്നെ നമ്മൾ പറയുന്നതാണെങ്കിലും ഇതിനകത്ത് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, സോർട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വെയിറ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഈ ചെമ്മീൻ കിട്ടും അല്ലെ. ചെമ്മീൻ തന്നെ
ഇപ്പൊ വളരെ ചെറിയ ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഈ പുട്ടുകൊഞ്ച് എന്ന് പറയും, കുഞ്ഞു കൊഞ്ചായിരിക്കും, ചെറുത്. ഓക്കെ. അപ്പം അതിനെന്താണ്, ഇപ്പൊ ഒരു കിലോയ്ക്ക് ചിലപ്പോൾ നമുക്കൊരു 100 രൂപയ്ക്ക് കിട്ടും, ചിലപ്പം ഈവൻ ഒരു 50 രൂപയ്ക്കൊക്കെ കിട്ടും. കാര്യം അതെന്ന് വെച്ചാൽ വളരെ ചെറുതാണ്. ഓക്കെ. ഇനി ഈ ഒരു കൊഞ്ച് തന്നെ, അല്ലെങ്കിൽ ഈ ചെമ്മീൻ എന്ന് പറയുന്ന സാധനം തന്നെ, നമ്മൾ അതിന്റെ ഒരു വലിപ്പം കൂടുന്ന അനുസരിച്ചിട്ട് എന്താണ് അതിന്റെ ഒരു വെയിറ്റും എന്താണ്, ഇപ്പൊ നമുക്കിപ്പോ 1 കിലോ സാധാരണ ഒരു വളരെ ചെറിയ കൊഞ്ചാണെങ്കിൽ, ഇപ്പൊ ലൈക്ക് ഇപ്പോൾ ഒരു 100 എണ്ണം ഒക്കെ എടുത്തു വെച്ചാലാണ് 1 കിലോ ആവുന്നെങ്കിൽ, ഈ വലിയ കൊഞ്ചെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ചിലപ്പോൾ ഒരു 10-15 എണ്ണം ഒക്കെ എടുത്തു വെക്കുമ്പോഴത്തേക്ക് 1 കിലോ ആവും അല്ലെ. അതിലും വലിയ ഇപ്പൊ ടൈഗർ പ്രോൺസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര സൈസ് ഉള്ളത്. അപ്പം ഈ സൈസിന്റെ ബേസിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ, അതാണ് ശരിക്കും പറഞ്ഞാൽ സോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ആപ്പിളിന്റെ കേസിൽ, ഇപ്പൊ ഇനിയിപ്പോ ആപ്പിളിന്റെ ഒക്കെ സീസൺ ആകുമ്പോൾ നിങ്ങൾ കടകളിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അല്ലെ. ചെറിയ ആപ്പിളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ 1 കിലോ ഒരു 80 രൂപയ്ക്കൊക്കെ കിട്ടും. കുറച്ചും കൂടെ വലിയ ആപ്പിൾ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു 200 രൂപ അല്ലെങ്കിൽ ഒരു 180 രൂപയ്ക്കൊക്കെ. അപ്പം അവിടെ ആ ഒരു സൈസിന്റെ അല്ലെങ്കിൽ വെയിറ്റിന്റെ ബേസിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ, അതാണ് സോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി ഗ്രേഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ക്വാളിറ്റി വെച്ചിട്ടുള്ളതാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ഈ ആപ്പിളിന്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ, ഇപ്പൊ എന്താണ്, ഇപ്പൊ 80-85 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടുന്ന ഈ ആപ്പിൾ ഉണ്ട്. അപ്പൊ അതെന്ന് പറയുമ്പോഴത്തേക്ക് മധുരമൊക്കെ കുറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ വലിയ രസമൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ കുറച്ച് കേടൊക്കെ ഉള്ള ടൈപ്പ് ആപ്പിൾ ആയിരിക്കും. ഓക്കെ. ഇനി കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ആപ്പിൾ ആകുമ്പോഴത്തേക്ക്, ഇപ്പൊ നമ്മൾക്ക് 120 രൂപയൊക്കെ കിട്ടുമ്പോൾ ചെറിയ ഒരു ചുമപ്പും ചെറിയൊരു യെല്ലോയിഷ്നസോടുള്ള ചെറിയ ആപ്പിൾ, പക്ഷെ നല്ല മധുരമുള്ള ആപ്പിൾ കിട്ടും. നേരെ മറിച്ച് 250 രൂപയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്ക് എന്താണ്, കുറച്ചും കൂടി ഗ്രേഡ് കൂടിയ നല്ല ആപ്പിൾ ആയിരിക്കും. ഓക്കെ. നമ്മുടെ എക്സ്ട്രാ ഫാൻസി എന്നൊക്കെ പറയുന്ന വെറൈറ്റി ആപ്പിൾ ഒക്കെ ഉണ്ട്. അപ്പം അവിടെ എന്താണ്, ക്വാളിറ്റിയുടെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ ജസ്റ്റ് ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി സൈസ് റിഡക്ഷൻ ഉണ്ട്, മിക്സിംഗ് ഉണ്ട്, ഫിൽട്രേഷൻ, ഹീറ്റിംഗ്, ഡ്രൈയിങ്, പാക്കേജിങ്, ഇതെല്ലാം എന്താണ്, ഇതെല്ലാം നമ്മുടെ ബേസിക് യൂണിറ്റ് ഫുഡ് ഓപ്പറേഷൻസിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ. അപ്പം ഈച്ച് ഓപ്പറേഷൻ സെർവ്സ് എ സ്പെസിഫിക് പർപ്പസ് അല്ലെ. ഇപ്പം ക്ലീനിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇമ്പ്യൂരിറ്റീസ് എല്ലാം മാറ്റി മാക്സിമം ആ ഒരു ഫുഡിനെ സേഫ് ആക്കുക അല്ലെ. ഇനി സോർട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ വെയിറ്റിന്റെ ബേസിൽ തരംതിരിക്കുക. ഗ്രേഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അതിന്റെ ക്വാളിറ്റിയുടെ ബേസിൽ അതിനെ ക്ലാസിഫൈ ചെയ്യുക. അല്ലെങ്കിൽ സൈസ് റിഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അതിനെ ചെറിയ ചെറിയ അപ്പൊ ഓരോ പർപ്പസിന് അല്ലെങ്കിൽ ഓരോ പ്രോസസ്സിനും അതിൻ്റെതായ പർപ്പസ് ഉണ്ട് അല്ലെ, എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളത്. ആൻഡ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ഓവറോൾ എഫിഷ്യൻസി ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ, മിനിമൈസിംഗ് വേസ്റ്റ് ആൻഡ് എൻഹാൻസിംഗ് സെൻസറി ആൻഡ് ന്യൂട്രീഷണൽ ആട്രിബ്യൂട്ട്സ് ഓഫ് ഫുഡ്. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഫോർ ഈ ഒരു ബേസിക് യൂണിറ്റ് ഓപ്പറേഷൻസ് എന്തിനു വേണ്ടി ചെയ്യുന്നു? ആദ്യം നമ്മൾ പറഞ്ഞത് തന്നെ എന്താണ്, എൻഹാൻസിങ് ഫുഡ് സേഫ്റ്റി ആൻഡ് ഹൈജീൻ. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡ് സേഫ് ആയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഹൈജീനിക് ആയിട്ട് അല്ലെ, ക്ലീൻ ആയിട്ട് ഇരിക്കുകയാണ് എന്നുള്ളത് ഉറപ്പുവരുത്താൻ. അപ്പം റിമൂവൽ ഓഫ് ഡേർട്ട്, ബാക്ടീരിയ അല്ലെ, ഇതൊക്കെ ഉണ്ടായിരിക്കും, അഴുക്കുണ്ടായിരിക്കും, പല പല ബാക്ടീരിയ ഉണ്ടായിരിക്കും, പെസ്റ്റിസൈഡ് അല്ലെ, കീടനാശിനിയുടെ ഒക്കെ അംശം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ ഒക്കെ അംശം ഉണ്ടായിരിക്കും, ആൻഡ് അതർ കണ്ടാമിനൻസ്. അപ്പൊ ഇതെല്ലാം മാറ്റിയിട്ട് ഇത് കൺസ്യൂമേഴ്സിന് കൺസ്യൂം ചെയ്യാനായിട്ടുള്ള രീതിയിൽ അത് പ്യുവർ ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇനി പ്രിവെന്റ്സ് മൈക്രോബിയൽ ഗ്രോത്ത് അല്ലെ. നമ്മൾ ക്ലീൻ ചെയ്യാണ്ട് വിടുവാണെങ്കിൽ എന്താണ്, ആ ഒരു സർഫസിൽ ഇപ്പം സോയിലിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങളാണ് അല്ലെ, അപ്പൊ അതിന്റെ സർഫസിൽ തന്നെ ഈ കോണ്ടാക്ട് വിത്ത് എയറിലൂടെയും അതിലൊക്കെ തന്നെ സോയിലിലൂടെയും അല്ലെങ്കിൽ അവിടെ കൈകാര്യം ചെയ്യുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഈ ഒരു പ്രോഡക്റ്റിന്റെ മുകളിൽ ഉണ്ടായിരിക്കും അല്ലെ. അപ്പം നമ്മളിത് ക്ലീൻ ചെയ്യുമ്പോൾ എന്താണ്, അത്രയും മൈക്രോബ്സ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഒരുപാട് മൈക്രോബ്സിന്റെ ഒരു നമ്പർ ക്രമാതീതമായിട്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും അല്ലെ, കൺസിഡറബിളി റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇറ്റ് പ്രിവെന്റ്സ് മൈക്രോബിയൽ ഗ്രോത്ത് ദാറ്റ് കുഡ് ലീഡ് ടു സ്പോയിലേജ് ഓർ ഫുഡ് ബോൺ ഇൽനെസ് അല്ലെ. നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഒരു ഫുഡും ക്ലീൻ ചെയ്യാണ്ട് ഒരു ഫുഡും എടുത്തു വെക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ക്ലീൻ ചെയ്ത ഫുഡിനകത്ത് മൈക്രോബിയൽ ഗ്രോത്ത് കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ സ്പോയിലേജ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ. ഇനി അടുത്തത് ഇംപ്രൂവിങ് പ്രോഡക്റ്റ് ക്വാളിറ്റി ആൻഡ് യൂണിഫോമിറ്റി അല്ലെ. അപ്പൊ ഇത് മൊത്തത്തിൽ നമ്മളെ എല്ലാ ബേസിക് യൂണിറ്റ് ഓപ്പറേഷൻസിന്റെയും പറയുന്നതാണ്. അപ്പൊ എന്താണ് ഇംപ്രൂവിങ് പ്രോഡക്റ്റ് ക്വാളിറ്റി ആൻഡ് യൂണിഫോമിറ്റി? പ്രോഡക്റ്റ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ ഇപ്പൊ ഈ സോർട്ട് ചെയ്യുന്നു, ഗ്രേഡ് ചെയ്യുന്നു, അതിനെ ക്ലീൻ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ഗുണമേന്മ അല്ലെ, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ മെച്ചപ്പെടുത്തുകയാണ്. അപ്പം അതിലൊക്കെ സോർട്ടിങ്ങും ഗ്രേഡിങ്ങും ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ ഈ പറഞ്ഞു സോർട്ടിംഗ് എന്ന് പറയുന്നത് വെയിറ്റിന്റെ ബേസിലാണെന്ന് പറഞ്ഞു അല്ലെ, അല്ലെങ്കിൽ ആ ഒരു വലിപ്പത്തിന്റെ ബേസിലാണെന്ന് പറഞ്ഞു. ഇനി ഗ്രേഡിംഗ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി ബേസിലാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് കുറച്ചും കൂടി യൂണിഫോം ആയിട്ടുള്ള അല്ലെ, യൂണിഫോമിറ്റി കിട്ടുകയാണ് ഇൻ ടേംസ് ഓഫ് എന്താണ്, സൈസിൽ, അതിലൊക്കെ ഷേപ്പിൽ, അതിലൊക്കെ ക്വാളിറ്റി ഓഫ് ഫുഡ് മെറ്റീരിയൽസിൽ. ഓക്കെ. ഇനി അടുത്ത പറയുന്നത് എൻഹാൻസസ് ദ കൺസിസ്റ്റൻസി ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് അല്ലെ. അതുകൊണ്ട് തന്നെ പ്രോസസ്സ് ചെയ്തു വരുന്ന ഫുഡ് പ്രോഡക്ട്സിനെ നമുക്ക് കുറച്ചുകൂടെ കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെ, അതിന്റെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഒക്കെ നമുക്ക് ഇതിലൂടെ പറ്റും. അപ്പം ഇതെല്ലാം ബേസിക് യൂണിറ്റ് ഫുഡ് ഓപ്പറേഷൻസിന്റെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്, കോമൺ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ.
ഇനി അടുത്ത എന്താണ് ഫെസിലിറ്റേറ്റിംഗ് ഫർദർ പ്രോസസ്സിംഗ് അല്ലെ. ഇപ്പൊ നമ്മൾ സൈസ് റിഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു വലിയ വലിപ്പത്തിലുള്ള റോ മെറ്റീരിയലിനെ എന്താണ് നമ്മൾ ചെറുതാക്കുകയാണ് അല്ലെ. ഇപ്പൊ നമ്മളിപ്പം ജാം ആക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ ഫ്രൂട്ട് ജാം ഉണ്ടാക്കുമെങ്കിൽ ഫ്രൂട്ടിനെ എല്ലാം നമ്മൾ അങ്ങനെ ഇടുകയാണോ, അല്ല, ആ ഫ്രൂട്ടിനെ നമ്മൾ അരച്ച് പേസ്റ്റ് ആക്കി അല്ലെങ്കിൽ പ്യൂരി ആക്കിയിട്ട് പിന്നീട് അതിനെ പ്രോസസ്സ് ചെയ്തെടുക്കുക. അപ്പം അത് അവിടെ സൈസ് റെഡ്യൂസ് ആവുന്നുണ്ട് അല്ലെ. അതുപോലെ നമ്മൾ മിക്സിങ് ചെയ്യുന്നുണ്ട്, ഫിൽട്രേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, അതായത് നമുക്ക് പിന്നീട് വരുന്ന, അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ഒരു ഹോൾ ഫ്രൂട്ട് എടുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നു, നമ്മൾ അതിനെ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് കുക്ക് ചെയ്യുന്നു, നമ്മൾ ചെറിയ പീസസ് ആയിട്ട് കുക്ക് ചെയ്യുന്നു അല്ലെ. ഏതിലായിരിക്കും എഫിഷ്യൻസി കൂടുതൽ? എന്തായാലും നമ്മൾ ആ ഒരു പേസ്റ്റ് ഫോമിലാക്കിയതിനായിരിക്കും എഫിഷ്യൻസി കൂടുതൽ. അപ്പം ഈ ഒരു സൈസ് റിഡക്ഷൻ അല്ലെങ്കിൽ മിക്സിംഗ് ഫിൽട്രേഷൻ ഒക്കെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ബാക്കിയുള്ള പ്രോസസ്സ്, അതായത് ഇപ്പൊ കുക്കിംഗ് ആയാലും ഡ്രൈയിങ് ആയാലും പ്രിസർവേഷൻ ആയാലും അതിന്റെയൊക്കെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത എൻഷ്യൂർസ് പ്രോപ്പർ ബ്ലെൻഡിങ് ഓഫ് ഇൻഗ്രീഡിയൻസ് ഫോർ യൂണിഫോമിറ്റി ഇൻ ടേസ്റ്റ് ആൻഡ് ടെക്സ്ചർ അല്ലെ. നമ്മൾ ബാക്കി ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതാണ് മൂന്നാമത്തെ ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ്, അതായത് ഫെസിലിറ്റേറ്റിംഗ് ഫർദർ പ്രോസസ്സിംഗ്. ഓക്കെ, ഇനി അടുത്ത് വന്നിട്ട് എന്താണ് എക്സ്റ്റെൻഡിങ് ഷെൽഫ് ലൈഫ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. അതായത് ഇതിനകത്തുനിന്ന് അൺവാണ്ടഡ് ആയിട്ടുള്ള കമ്പോണൻസ് അല്ലെ, ബാക്ടീരിയ മാറ്റുകയാണ്, ഡേർട്ട് മാറ്റുകയാണ്, അല്ലെങ്കിൽ ഡസ്റ്റ് മാറ്റുകയാണ്, കെമിക്കൽ പെസ്റ്റിസൈഡ്സ് മാറ്റുകയാണ്, ഫെർട്ടിലൈസേഴ്സിന്റെ അംശം ഉണ്ടെങ്കിൽ അത് മാറ്റുകയാണ്. അപ്പം ഇതൊക്കെ അൺവാണ്ടഡ് ആയിട്ടുള്ള കമ്പോണൻസ്. അപ്പൊ ഇത് മാറ്റുന്നതിലൂടെ എന്താണ്, ആ ഫുഡ് കുറച്ചും കൂടി ക്ലീൻ ആയിട്ടിരിക്കും, കുറച്ചുകൂടെ ബാക്ടീരിയ ഫ്രീ ആയിട്ടിരിക്കും, കണ്ടാമിനേഷൻ ഫ്രീ ആയിട്ടിരിക്കും. അപ്പം അത് ആ ഒരു ഫുഡിനെ പ്രിസർവ് ചെയ്യാനും അല്ലെ. അതുപോലെ തന്നെ ഫിൽട്രേഷൻ, നമ്മൾ ഡ്രൈ ചെയ്യുന്നുണ്ട്, പാസ്ചറൈസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ എന്താണ്, ഇതൊക്കെ യൂണിറ്റ് ഓപ്പറേഷൻസിൽ വരുന്നതാണ്. അപ്പൊ ഇതിലൂടെ എന്താണ്, നമുക്ക് ആ ഒരു സ്പോയിലേജ് അല്ലെ, ആ ഒരു ഫുഡ് കേടായി പോകുന്നത് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത എന്താണ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ഫ്രഷ്നെസ് ആൻഡ് ന്യൂട്രീഷണൽ വാല്യൂ ഓവർ ടൈം അല്ലെ. നമ്മൾ വളരെ ക്ലീൻ ആയിട്ട് നന്നായിട്ട് പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു സാധനത്തിന്റെ ഒരു ഫ്രഷ്നെസ്സും അതുപോലെ തന്നെ അതിന്റെ ന്യൂട്രീഷണൽ വാല്യൂ നമുക്ക് കൂടുതൽ കാലം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അഞ്ചാമത്തത് എൻഹാൻസിങ് കൺസ്യൂമർ അക്സെപ്റ്റബിലിറ്റി ആൻഡ് കൺവീനിയൻസ് അല്ലെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, കുറേ മാങ്ങ ഇങ്ങനെ കൂട്ടിയിട്ടേക്കാണ്, അല്ലെങ്കിൽ വേണ്ട കുറേ ഓറഞ്ചിന്റെ ഒക്കെ സീസൺ ആകുമ്പോൾ നമുക്കറിയാം കുറേ ഓറഞ്ച് ഇങ്ങനെ കൂട്ടിയിട്ടേക്കാണ് അല്ലെ. നമുക്ക് അതൊരു അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നു ഇല്ല. നേരെ മറിച്ച് നമ്മളൊരു കടയിൽ ചെല്ലുമ്പോഴത്തേക്ക് എന്താണ്, ഒരു തട്ടിൽ നിറച്ച് നല്ല കുറച്ച് വലിപ്പമുള്ള ഓറഞ്ചുകൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, അടുത്ത തട്ടിൽ കുറച്ചും കൂടെ ചെറിയ ഓറഞ്ചുകൾ വെച്ചിരിക്കുകയാണ്, അടുത്ത തട്ടിലാണെങ്കിൽ കുറച്ച് കേടൊക്കെയുള്ള ഓറഞ്ച് വെക്കുകയാണ് അല്ലെ. അപ്പൊ അത് കാണുന്നവർക്കും തന്നെ എന്താണ്, കുറച്ചുകൂടെ കൺസ്യൂമറിന് ഇതിനകത്തൂടെ ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫോമിൽ അതിനെ മാറ്റുകയാണ് അല്ലെ. ആൻഡ് കൺവീനിയൻസ്, അതുപോലൊക്കെ തന്നെ ഇപ്പം ഓരോരുത്തർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന അല്ലെ, അവരുടെ ആ ഒരു പർച്ചേസ് കേപ്പബിലിറ്റി അനുസരിച്ചിട്ട് അല്ലെ, ഇപ്പൊ അത്യാവശ്യം നല്ല പൈസ ഉള്ളവരാണെങ്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെ നോക്കിയെടുക്കും അല്ലെ. ഇനി ഇപ്പം പൈസ ഉള്ളതിന് മാത്രമല്ല, ചിലരിപ്പം പൈസ ഇല്ലാത്തവരാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനം മേടിക്കും, ചിലരാണെങ്കിൽ ഇപ്പം അധികം സ്പെൻഡ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് എന്താണ്, ഇതൊക്കെ മതി എന്ന് വിചാരിക്കും. ചിലപ്പോൾ മേ ബി അവരുടെ പർപ്പസ് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ, ചിലപ്പം നമ്മൾ കണ്ടിട്ടില്ല ചില കടകളിലൊക്കെ പോയിട്ട് ഇപ്പം ഈ കിളികൾക്ക് കൊടുക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് പഴം പോലത്തെ സാധനമൊക്കെ വളരെ വില കുറച്ച് മേടിച്ചുകൊണ്ട് പോകും. അപ്പൊ അങ്ങനത്തെ പർപ്പസിന് അപ്പം കൺസ്യൂമർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനും അതിലൊക്കെ കൺവീനിയൻസിനും ഒക്കെ എന്താണ് ഈ പറയുന്ന ബേസിക് യൂണിറ്റ് ഓപ്പറേഷൻസ് ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലെ. അപ്പൊ ഇംപ്രൂവ്സ് അപ്പിയറൻസ്, ടേസ്റ്റ് ആൻഡ് ടെക്സ്ചർ ഓഫ് ഫുഡ് പ്രോഡക്ട്സ് ടു മീറ്റ് ദ കൺസ്യൂമർ പ്രിഫറൻസസ്. പിന്നെ പറയുന്നത് എന്താ, മേക്ക് ഫുഡ് പ്രോഡക്ട്സ് ഈസിയർ ടു ഹാൻഡിൽ. അതുപോലെ തന്നെ ഈ ഫുഡ് പ്രോഡക്ട്സ് കുറച്ചും കൂടെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും കുക്ക് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും എല്ലാം കുറച്ചും കൂടി എളുപ്പമായിട്ട് മാറും. ഓക്കെ, അടുത്തത് റെഡ്യൂസിങ് വേസ്റ്റ് ആൻഡ് ഇൻക്രീസിങ് ഈൽഡ് അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ കുറേ ഫുഡ് ഇങ്ങനെ ഹാർവെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്രോപ്പ് ഹാർവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ഇട്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇതിനകത്ത് കേടുള്ളതുണ്ടാകാം, അല്ലെങ്കിൽ ഇൻസെക്ട് അറ്റാക്ക് ചെയ്തതുണ്ടാകാം, അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് റെസിഡ്യൂസ്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിക്കലർത്തുവാണെന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളതിലേക്കും കൂടി സ്പ്രെഡ് ചെയ്യാനും അതും കൂടി നാശം അല്ലെങ്കിൽ സ്പോയിൽഡ് ആയി പോകാനുള്ള ടെൻഡൻസി. അപ്പൊ നേരെ മറിച്ച് നമ്മൾ ഇതിനെയൊക്കെ പ്രോപ്പർ ആയിട്ട് ഇപ്പൊ ക്ലീൻ ചെയ്ത് ഗ്രേഡ് ചെയ്ത് സോർട്ട് ചെയ്ത് ബാക്കി പ്രോസസ്സുകളിലൂടെ ഒക്കെ കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും അല്ലെ. അതുപോലെ തന്നെ ഈൽഡ് മാക്സിമം ആക്കാനായിട്ട് പറ്റും. അപ്പം എഫിഷ്യന്റ് പ്രോസസിംഗ് ടെക്നിക്സ് ഹെൽപ്പ് ഇൻ മിനിമൈസിങ് ലോസസ് ഡ്യൂറിംഗ് ഫുഡ് പ്രൊഡക്ഷൻ. അതുപോലെ തന്നെ ബൈ പ്രോഡക്ട്സ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഇൻ അതർ ആപ്ലിക്കേഷൻസ് പ്രൊമോട്ടിംഗ് സസ്റ്റൈനബിലിറ്റി അല്ലെ. നമുക്കിപ്പോൾ ഒരു പ്രോഡക്റ്റ് തന്നെ അതിനെ പ്രോസസ്സ് ചെയ്ത് പോകുമ്പോൾ അതിന്റെ ബൈ പ്രോഡക്ട്സ് നമുക്ക് മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് ബൈ ഇംപ്ലിമെന്റിംഗ് ദീസ് ഫണ്ടമെന്റൽ പ്രോസസിംഗ് ഓപ്പറേഷൻ ദ ഫുഡ് ഇൻഡസ്ട്രി എൻഷുവേഴ്സ് ദാറ്റ് റോ മെറ്റീരിയൽസ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു സേഫ് ഹൈ ക്വാളിറ്റി ആൻഡ് അപ്പീലിംഗ് ഫുഡ് പ്രോഡക്ട്സ് സ്യൂട്ടബിൾ ഫോർ കൺസംഷൻ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫുഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള ഒന്നുമില്ല, നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ,
ഇനി നമ്മൾ എന്താണ് ആ ഒരു ബേസിക് ഫുഡ് പ്രോസസ്സിംഗ് അല്ലെ, അതിനകത്ത് ഏതൊക്കെ യൂണിറ്റ് ഓപ്പറേഷൻസ് ആണ് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും ക്ലീനിങ് ഉണ്ട്, ഗ്രേഡിങ് ആൻഡ് സോർട്ടിങ് ആൻഡ് ഗ്രേഡിങ്, അതിന്റെ എയിംസ്, മെത്തേഡ്, ആപ്ലിക്കേഷൻ, ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, ഈ ഒരു ക്ലീനിങ്ങിന്റെ കാര്യമൊക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം പ്രിപ്പറേറ്റീവ് ഓപ്പറേഷൻ ഇൻ ഫുഡ് ഇൻഡസ്ട്രീസ്, അതിൽ എന്തൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ദ പ്രിലിമിനറി പ്രിപ്പറേറ്റീവ് ഓപ്പറേഷൻ ഇൻ ഫുഡ് ഇൻഡസ്ട്രീസ് ഇൻക്ലൂഡ് ക്ലീനിങ്, സോർട്ടിങ് ആൻഡ് ഗ്രേഡിങ് ഓഫ് ഫുഡ് റോ മെറ്റീരിയൽ. അതായത് ഒരു ഫുഡിനെ നമ്മൾ എന്താണ് മറ്റൊരു പ്രോസസ്സിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ അതിനെ ഒന്ന് പ്രിപ്പറേഷൻ ചെയ്യുമല്ലോ, അല്ലെങ്കിൽ അതിനെ ഒന്ന് തയ്യാറെടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യലായിട്ടുള്ള യൂണിറ്റ് ഓപ്പറേഷൻസ് ആണ് ഈ പറഞ്ഞ ക്ലീനിങ് ആയാലും സോർട്ടിങ് ആയാലും ഗ്രേഡിങ് ആയാലും എല്ലാം. ഓക്കെ, but these may be considered as separation operation എന്ന് പറയുന്നത്. അതായത് ഇവിടെ എന്താണ് നമ്മുടെ ഈ റോ മെറ്റീരിയൽസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണ് അല്ലെ. ക്ലീൻ ചെയ്യുന്ന സമയത്താണെങ്കിൽ അതിനകത്ത് കേടാവുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ ഡാമേജഡ് ആയ സാധനങ്ങൾ, അല്ലെങ്കിൽ ഇൻസെക്ട് ആവുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുന്നുണ്ട് അല്ലെ. അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ സോർട്ടിങ്ങിന്റെ സമയത്താണെങ്കിൽ നമ്മൾ അതിനെ വെയിറ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രേഡിങ്ങിന്റെ സമയത്താണെങ്കിലും ക്വാളിറ്റി ബേസ് ചെയ്തിട്ട് നമ്മൾ സെപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു സെപ്പറേഷൻ ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലീനിങ് ഇൻവോൾവ്സ് സെപ്പറേഷൻ ഓഫ് contaminants from the desired raw materials. Sorting involves the separation of the raw materials into different categories on their physical characteristics, size, shape, color, etc. Okay, ഇപ്പൊ സോർട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഒരു കളറും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള സെപ്പറേഷൻ ആണ് അല്ലെ. ഇപ്പൊ നമ്മൾ പഴുത്ത മാങ്ങ അല്ലെങ്കിൽ പച്ച മാങ്ങ എന്നും പറഞ്ഞ് തരംതിരിക്കുന്നു. അപ്പം അത് ഈ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു തരംതിരിവാണ് ഈ സോർട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം എന്താണ്, ആ ഒരു തരംതിരിവാണ് അല്ലെ. നമ്മൾ ആ ഒരു തരംതിരിക്കുന്ന സംഭവങ്ങളാണ് പ്രിപ്പറേറ്റീവ് ഓപ്പറേഷൻസ് ആണ്, ക്ലീനിങ് ആയാലും സോർട്ടിംഗ് ആയാലും അതുപോലെ തന്നെ ഗ്രേഡിംഗ് ആയാലും എല്ലാം. ഓക്കെ, ഗ്രേഡിംഗ് ഇൻവോൾവ്സ് സെപ്പറേഷൻ ഓഫ് ദ റോ മെറ്റീരിയൽസ് ഇൻടു എന്താണ് സെപ്പറേറ്റ് ആയിട്ട് മാറ്റുകയാണ് ഓൺ ദ ബേസിസ് ഓഫ് ഡിഫറൻസസ് ഇൻ ദർ ഓവറോൾ ക്വാളിറ്റി, അല്ലെ അവരുടെ മൊത്തത്തിലുള്ള ഓവറോൾ ക്വാളിറ്റിയുടെ ബേസിലാണ് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ക്ലീനിങ് ഓഫ് ഫുഡ് റോ മെറ്റീരിയൽസ്. ഫസ്റ്റ് ബേസിക് യൂണിറ്റ് ഓപ്പറേഷൻ ആണ് ക്ലീനിങ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ മെയിൻ ആയിട്ടും പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ 2 പാർട്ടായിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ക്ലീനിങ് ഓഫ് ഫുഡ് റോ മെറ്റീരിയൽസ്. ഓക്കെ, എന്തൊക്കെയാണ്? Cleaning is an essential preliminary operation in any food industry. Okay, the ultimate quality of the finished product, storage stability, organoleptic properties, safety from health hazard, and consumer acceptance depend on cleaning process. അല്ലെ, അതായത് ഒരു ക്ലീനിങ് പ്രോസസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞ അതിന്റെ ഡേർട്ട്, മൈക്രോബിയൽ കണ്ടന്റ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ് റെസിഡ്യൂസ്, ഇതിനെല്ലാം റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം ഈ ഒരു പ്രോസസ്സ് എന്താണ്, വളരെ നന്നായിട്ട് തന്നെ ചെയ്യണം. അതിനെ ഒരു വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത് വളരെ നന്നായിട്ട് ചെയ്യണം. കാര്യം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം നമ്മുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റിന്റെ ഒരു ക്വാളിറ്റി, അതിലൊക്കെ എത്രത്തോളം നന്നായിട്ട് അതിന്റെ ഒരു സ്റ്റോറേജ് സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഓർഗാനോലെപ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ അല്ലെ സെൻസ് ഓർഗൻസ് വെച്ചിട്ട് നമുക്കത് അപ്പീലിംഗ് ആയിട്ട് തോന്നും അല്ലെ. നമുക്ക് അതിന്റെ മണം കൊണ്ടായാലും അല്ലെങ്കിൽ ആ കാഴ്ച കൊണ്ടായാലും ഒക്കെ നമുക്കത് അപ്പീലിംഗ് ആയിരിക്കണം. പിന്നെ സേഫ്റ്റി ഫ്രം ഹെൽത്ത് ഹസാർഡ് ഉണ്ട്, കൺസ്യൂമർ അക്സെപ്റ്റൻസ്. ഓക്കെ, ഇതെല്ലാം എന്താണ് ക്ലീനിങ് പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇനി ദ മെത്തേഡ്സ് അഡോപ്റ്റഡ് ഡിപ്പെൻഡ് ഓൺ ദ ടൈപ്പ് ഓഫ് റോ മെറ്റീരിയൽ, type and extent of contamination, the degree of cleaning to be achieved and the type of finished product അല്ലേ. അപ്പം ഏത് ടൈപ്പ് ഓഫ് ക്ലീനിങ്, അപ്പൊ എല്ലാ പ്രോഡക്ട്സിനും യൂണിഫോം ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്ലീനിങ് കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല അല്ലെ. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കി, ചില ഫുഡ് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പൊ വെള്ളത്തിലൊക്കെ ഇട്ട് നമുക്ക് മുക്കി വാഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നേരെ മറിച്ച് ഇപ്പൊ ചില ഫുഡ് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മോയ്സ്ചറിന് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പം ഇത് ഒരുപാട് നേരം നമ്മൾ വാട്ടർ ഒക്കെ വെച്ചിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ആ ഒരു മോയ്സ്ചർ റീറ്റെയിൻ ചെയ്തിട്ട് ഡീക്കേ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം എന്ത് ടൈപ്പ് ഓഫ് റോ മെറ്റീരിയൽ ആണ്, എന്ത് പർപ്പസിനാണ് നമ്മൾ ഈ റോ മെറ്റീരിയൽ യൂസ് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു തന്നിരിക്കുന്ന റോ മെറ്റീരിയൽ എത്രത്തോളം എക്സ്റ്റെന്റ് ഓഫ് കണ്ടാമിനേഷൻ ഉണ്ട്, അപ്പൊ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏത് ടൈപ്പ് ഓഫ് ക്ലീനിങ് ആണ് ഓപ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കും. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞോണൊക്കെ ഇപ്പം വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഗ്രെയിൻസ് തന്നെ അല്ലെ, നമ്മളിപ്പോ സീരിയൽസ് ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാ സീരിയൽസിനും നമ്മൾ പ്രോസസ് ചെയ്യുന്ന സമയത്ത് അല്ലാണ്ട് നമ്മളെല്ലാം ഇങ്ങനെ വാഷ് ചെയ്തിട്ടൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഇല്ല, അത് നന്നായിട്ട് പ്രോപ്പർ ആയിട്ടൊക്കെ ഡ്രൈ ചെയ്യണം. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താണ് നമ്മൾ മാക്സിമം വാട്ടർ യൂസേജ് കുറച്ചുകൊണ്ടുള്ള രീതിയിലായിരിക്കും ക്ലീനിങ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഡിഫറെന്റ് റോ മെറ്റീരിയൽസ് ആർ അസോസിയേറ്റഡ് വിത്ത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കണ്ടാമിനൻസ് അല്ലെ. ഇപ്പം നമ്മുടെ പെസ്റ്റിസൈഡ്സ് തന്നെ, നമ്മൾ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സ് തന്നെ, അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുന്ന ഇൻസെക്ട് തന്നെ, അല്ലെങ്കിൽ അത് ഗ്രോ ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ, ഇതിനെയൊക്കെ ബേസ് ചെയ്ത് ഓരോ ക്രോപ്പിനകത്തും ഉള്ള കണ്ടാമിനൻസ് എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്തൊക്കെ ടൈപ്സ് ഓഫ് കണ്ടാമിനൻസ് വരാം. ഇപ്പം മിനറൽ കണ്ടാമിനൻസ് അല്ലെ. മിനറൽ കണ്ടാമിനൻസ് പറയുമ്പോഴത്തേക്ക് ഇപ്പം കൊല്ലത്ത് വളരുന്ന ഒരു എന്താണ് ഒരു പ്രോഡക്റ്റിലുള്ള മിനറൽ കണ്ടന്റ് ആയിരിക്കത്തില്ല
മേ ബി വയനാടോ അല്ലെങ്കിൽ ഇടുക്കിയിലോ അല്ലെങ്കിൽ കാസർഗോഡോ ഉള്ളത്. കാര്യം എന്താണ്, അവിടുത്തെയൊക്കെ ആ ഒരു മണ്ണിന്റെ കണ്ടൻസിനകത്ത് അല്ലെങ്കിൽ മിനറൽ കണ്ടൻസിനകത്ത് ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പം മിനറൽ കണ്ടാമിനൻസ് ഡിപ്പെൻഡ് അപ്പോൺ ദ സോയിൽ, സാൻഡ്, സ്റ്റോൺ, മെറ്റാലിക് പാർട്ടിക്കിൾസ്, ഗ്രീസ് ആൻഡ് ഓയിൽ. ഓക്കെ, അപ്പൊ അതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അതിനകത്തുള്ള മിനറൽ കണ്ടാമിനൻസ് വരിക. രണ്ടാമത് പ്ലാന്റിന്റെ പാർട്സ്. അടുത്ത കണ്ടാമിനൻസ് ആയിട്ട് വരുന്നതാണ് പ്ലാന്റിന്റെ പാർട്സ്. എന്തൊക്കെ വരും അല്ലെ? അതിന്റെ ചെറിയ ചെറിയ ചില്ലകൾ വരാം, അല്ലെങ്കിൽ പ്ലാന്റിന്റെ ലീവ്സ് വരാം അല്ലെ. സ്റ്റോക്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിന്റെ ആ ഒരു ഇതില്ലേ, ആ ഞെട്ട് എന്ന് പറയുന്ന സാധനം അല്ലെ, നമ്മളിങ്ങനെ അടർത്തി എടുക്കുമ്പോൾ ആ കമ്പ് പോലെ ഇരിക്കുന്ന സ്റ്റോക്ക്. അതുപോലെ തന്നെ പിറ്റ്, ഹസ്ക് എന്ന് പറയുമ്പോൾ അതിന്റെ ആ തൊണ്ട് എന്ന് പറയുന്ന സാധനം അല്ലെ. അതിലൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താണ്, റോപ്പ്, അതൊക്കെ എന്താണ് പ്ലാന്റിന്റെ പാർട്സ് കണ്ടാമിനന്റ് ആയിട്ട് വരാവുന്നതാണ്. ഇനി അടുത്തതാണ് അനിമൽ പാർട്സ് ആൻഡ് കണ്ടാമിനൻസ് അല്ലെ. ഈ പറഞ്ഞൊക്കെ ആനിമൽസിന്റെ എക്സ്ക്രീറ്റ വരാം, ഹെയർ വരാം, ഇൻസെക്ട്സിന്റെ എഗ് അല്ലെ, അതിലൊക്കെ ബോഡി പാർട്സ്, ഇതൊക്കെ അനിമൽ പാർട്ടിന്റെ കണ്ടാമിനൻസ് ആയിട്ട് വരുന്നതാണ്. ഇനി നാലാമത്തത് കെമിക്കൽ കണ്ടാമിനേഷൻ അല്ലെ. നമ്മൾ ഇപ്പം അതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന പെസ്റ്റിസൈഡ്സിന്റെ ഒക്കെ റെസിഡ്യൂസ് അല്ലെ, അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡ്സിന്റെ ഒക്കെ റെസിഡ്യൂസ്, നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ ഒക്കെ റിമൈനിങ്, ഇതൊക്കെ അടുത്ത ടൈപ്പ് ഓഫ് കണ്ടാമിനൻസിൽ വരും. ഇനി അടുത്ത വരുന്നതാണ് മൈക്രോബിയൽ കണ്ടാമിനൻസ്. അപ്പം നമ്മൾ ഈ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ഫുഡിനെ ഡാമേജ് ചെയ്യിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആരാണ്? ഈ പറയുന്ന മൈക്രോബിയൽ കണ്ടാമിനൻസ് ആണ്. ഓക്കെ, അപ്പം മൈക്രോബിയൽ കണ്ടാമിനൻസ് ദാറ്റ് ഈസ് മൈക്രോ ഓർഗാനിസംസും അതിന്റെ മെറ്റബോളൈറ്റ്സ്. അതായത് മൈക്രോ ഓർഗാനിസം ഗ്രോ ചെയ്യുന്നുണ്ട് അല്ലെ, അവർക്കൊരു ഗ്രോത്ത് കർവ് ഉണ്ട്, ബാക്ടീരിയൽ ഗ്രോത്ത് കർവ് എന്നൊക്കെ പറയുന്നതൊക്കെ അതിനൊരു ഗ്രോത്ത് കർവ് ഉണ്ട്. അപ്പം ഇതിന്റെ മെറ്റബോളിക് പ്രോഡക്ട്സും എന്താണ്, അതും ഒരു കണ്ടാമിനൻസ് ആയിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പം മിനറൽ കണ്ടാമിനൻസ് ഉണ്ട്, പ്ലാന്റ് പാർട്സ് ഉണ്ട്, അനിമൽ പാർട്സ് ഉണ്ട്, കെമിക്കൽ കണ്ടാമിനേഷൻ ഉണ്ട്, മൈക്രോബിയൽ കണ്ടാമിനൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ദ ചോസൻ ക്ലീനിങ് പ്രോസസ് മസ്റ്റ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് റിക്വയർമെന്റ്സ് ഇൻ ഓർഡർ ടു അച്ചീവ് ദ അഫോർസെഡ് ഒബ്ജക്റ്റീവ്സ് അല്ലെ. അപ്പം നമ്മളിപ്പോൾ ഒരു ഫുഡ് പ്രോഡക്റ്റിനകത്ത് ഫുഡ് പ്രോഡക്റ്റിനെ ക്ലീൻ ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മളൊരു പെർട്ടിക്കുലർ മെത്തേഡ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇല്ലേ, ആ ചൂസ് ചെയ്യുന്ന മെത്തേഡ് താഴെ പറയുന്ന ഒബ്ജക്റ്റീവ്സിനെ സാറ്റിസ്ഫൈ ചെയ്യണം. അതെന്തൊക്കെയാണ്? ഫസ്റ്റ് പറയുന്നത് ദ സെപ്പറേഷൻ എഫിഷ്യൻസി ഓഫ് ദ പ്രോസസ് മസ്റ്റ് ബി ഹൈ ആൻഡ് കൺസിസ്റ്റന്റ് ആൻഡ് ഷുഡ് പ്രൊഡ്യൂസ് മിനിമം വേസ്റ്റേജ് ഓഫ് ഗുഡ് മെറ്റീരിയൽ അല്ലെ. അതായത് നമ്മളിപ്പം കഴുകുകയാണെന്നും പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യാനാണെന്നും പറഞ്ഞിട്ട് നമ്മൾ പ്രഷർ വാഷൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് കഴുകുകയാണെന്നിരിക്കട്ടെ, ഈ ഫുഡ് പ്രൊഡ്യൂസ് കുറെ കഴിയുമ്പോൾ ഡാമേജായി പോകും അല്ലെ. അപ്പം നമ്മളിത് ക്ലീൻ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അത് ഹൈ കൺസിസ്റ്റന്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു ഫുഡ് പ്രൊഡ്യൂസിന്റെ വേസ്റ്റേജ് മിനിമൽ ആയിരിക്കണം, സ്പോയിലേജ് മിനിമൽ ആയിരിക്കണം. ഇനി അടുത്തത് ഡാമേജ് ഓഫ് ക്ലീൻഡ് റോ മെറ്റീരിയൽ മസ്റ്റ് ബി അവോയ്ഡഡ് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു റോ മെറ്റീരിയൽ അല്ലെ, അത് ഡാമേജ് ഒന്നും ഇല്ലാതെയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴും അതുപോലെ തന്നെ ഇരിക്കണം, അതിനകത്ത് ഡാമേജ് ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. മൂന്നാമത് റീകണ്ടാമിനേഷൻ ഓഫ് ദ ക്ലീൻഡ് ഷുഡ് ബി അവോയ്ഡഡ് ബൈ കംപ്ലീറ്റ് റിമൂവൽ ഓഫ് ദ കണ്ടാമിനൻസ് അല്ലെ. ഇനി നമ്മളിത് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും വേറെ ഒരു അഴുക്കുള്ള അല്ലെങ്കിൽ ഒരു കണ്ടാമിനേഷൻ വരുന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ക്ലീനിങ് കൊണ്ട് വല്ല ഗുണം ഉണ്ടാവുമോ? ഇല്ല. അപ്പം രണ്ടാമത് അല്ലെങ്കിൽ കണ്ടാമിനേഷൻ, വീണ്ടും ഒരു കണ്ടാമിനേഷൻ ക്ലീനിങ്ങിന് ശേഷം വരാണ്ട് നമ്മൾ നോക്കണം. ഓക്കെ, നാലാമത് ഡിസൈൻ ഓഫ് ദ പ്രോസസ് എക്യുപ്മെന്റ് ഷുഡ് be such that recontamination of the cleaned food due to flying dust or wash water is prevented അല്ലെ. അതുപോലെ തന്നെ നമ്മൾ ഈ റീകണ്ടാമിനേഷൻ അവോയ്ഡ് ചെയ്യണം. ഇനി നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഏതെങ്കിലും എക്യുപ്മെന്റ് യൂസ് ചെയ്തിട്ടൊക്കെയാണ് അല്ലെ, ഇപ്പൊ നമ്മുടെ ഈ ഫ്ലോട്ടേഷൻ മെത്തേഡിലൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അത് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുക. അപ്പം അവിടെ എന്താണ്, ഇത് ക്ലീൻ ചെയ്ത് വീണ്ടും പോയിട്ട് അല്ലെങ്കിൽ എന്താണ് വേസ്റ്റ് വാട്ടറിലേക്കോ അല്ലെങ്കിൽ അഴുക്കുള്ള വെള്ളത്തിലേക്കോ ആണ് വീഴുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും റീകണ്ടാമിനേഷന് ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ക്ലീൻ ചെയ്യുന്ന എക്യുപ്മെന്റിലൂടെയും എന്താണ്, അതിനകത്തു നിന്നുള്ള ഡസ്റ്റ് കാരണോ അല്ലെങ്കിൽ മറ്റഴുക്ക് കാരണോ അല്ലെങ്കിൽ ആ ഒരു വാഷ് വാട്ടർ അല്ലെ, കഴുകിയ വെള്ളത്തിലൂടെയോ വീണ്ടും കണ്ടാമിനേഷൻ വരാണ്ട് നോക്കണം. ഓക്കെ, ഇനി അഞ്ചാമത് ദ ക്ലീനിങ് പ്രോസസ് മസ്റ്റ് ലീവ് ദ ക്ലീൻഡ് സർഫസ് ഇൻ അക്സെപ്റ്റബിൾ കണ്ടീഷൻ അല്ലെ. വൃത്തിയാക്കി കഴിഞ്ഞാൽ അത് ഒരു അക്സെപ്റ്റബിൾ കണ്ടീഷനിലേക്ക് മാറിയിരിക്കണം, അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത് ക്ലീൻ ചെയ്യുന്നത്. ഇനി ആറാമത്തത് ദ വോളിയം ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ലിക്വിഡ് എഫ്ലുവൻസ് മസ്റ്റ് ബി കെപ്റ്റ് മിനിമം ആൻഡ് എഫ്ലുവൻസ് ഷുഡ് ബി ഡിസ്പോസ്ഡ് ഓഫ് ഇഫക്റ്റീവ്ലി അല്ലെ. അതിലൊക്കെ തന്നെ നമ്മൾ ഇതിനെ ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന ലിക്വിഡ് എഫ്ലുവൻസ് അല്ലെ, അതിന്റെ ഒരു എമൗണ്ടും ഒക്കെ എന്തായിരിക്കണം, വോളിയം ഒക്കെ വളരെ കുറവായിരിക്കണം. അതുപോലെ തന്നെ ക്ലീൻ ചെയ്തതിന് ശേഷം ആ ബാക്കി വരുന്ന ആ ഒരു വേസ്റ്റ് വാട്ടർ അല്ലെങ്കിൽ ആ എഫ്ലുവന്റ് എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് നമ്മൾ അതിനെ ഡിസ്കാർഡ് ചെയ്യണം അല്ലെങ്കിൽ ഒഴിവാക്കണം. ഓക്കെ, കംപ്ലീറ്റ് ക്ലീനിങ് ഓഫ് എ റോ മെറ്റീരിയൽ ഈസ് നോട്ട് പോസിബിൾ ആൻഡ് ഇൻ പ്രാക്ടീസ് എ ബാലൻസ്ഡ് അപ്രോച്ച് കൺസിഡറിംഗ് ദ എക്കണോമിക് ആസ്പെക്ട് ഓഫ് ക്ലീനിങ് ആൻഡ് ദ നീഡ് ടു പ്രൊഡ്യൂസ് ഗുഡ് ക്വാളിറ്റി ഫുഡ് ഈസ് യൂഷ്വലി അഡോപ്റ്റഡ് അല്ലേ. അപ്പൊ നമ്മൾ ഇപ്പോൾ ഒരു ഫുഡ് നമ്മൾ മാക്സിമം അതിനെ എന്താണ് മോഡേൺ എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പം ഒരു മാക്സിമം സെറ്റ് ലെവൽ ഓഫ് ക്ലീനിങ് നമുക്ക് അതിലൂടെ
അതിലൂടെ അറ്റൈൻ ചെയ്യാൻ പറ്റും അല്ലെ. ഒരു പെർഫെക്റ്റ് 100% അല്ലെങ്കിൽ പോലും ഒരു ബെസ്റ്റ് ലെവൽ ഓഫ് ക്ലീനിങ് നമുക്ക് അതിലൂടെ അക്സെപ്റ്റ് ചെയ്യാൻ, നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു ടൈപ്പ് ഓഫ് മെത്തേഡ് ആയിരിക്കും നമ്മൾ യൂഷ്വലി ഓരോ ഫുഡും ക്ലീൻ ചെയ്യാനായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്തൊക്കെ ടൈപ്സ് ഓഫ് ക്ലീനിങ് മെത്തേഡ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു പാർട്ട് ഏതൊക്കെ ടൈപ്പാണ് ക്ലീനിങ് മെത്തേഡ്സ് അല്ലെ, അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് ഓഫ് ക്ലീനിങ് മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഇത് വലിയ ഭയങ്കര പാടൊന്നുമല്ല, നിങ്ങൾക്ക് ജസ്റ്റ് കേട്ടിരുന്നാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഓരോ ടൈപ്പ് ഓഫ് എക്യുപ്മെന്റ്സിന്റെ ഒക്കെ പേരൊക്കെ പറയുമ്പോൾ എന്താണ് എക്യുപ്മെന്റ്, അത് ഏത് രീതിയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പം ദ ക്ലീനിങ് മെത്തേഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഗ്രൂപ്പ്സ് അല്ലെ, രണ്ട് രീതിയിൽ ക്ലീൻ ചെയ്യാം. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഇപ്പം വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ നമുക്ക് വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. അതല്ല, നമുക്കിപ്പോൾ വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കേടാകുന്ന ടൈപ്പ് ഓഫ് റോ മെറ്റീരിയൽസ് ആണെങ്കിൽ വെള്ളം ഉപയോഗിക്കാണ്ട് വേണം നമ്മൾ ക്ലീൻ ചെയ്യാൻ അല്ലെ. അപ്പം ഡ്രൈ ക്ലീനിങ് മെത്തേഡും ഉണ്ട്, വെറ്റ് ക്ലീനിങ് മെത്തേഡ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡ്രൈ ക്ലീനിങ് മെത്തേഡ്സ് വിച്ച് ഇൻക്ലൂഡ് സ്ക്രീനിങ്, ബ്രഷിംഗ്, ആസ്പിരേഷൻ, അബറേഷൻ ആൻഡ് മാഗ്നറ്റിക് സെപ്പറേഷൻ, ഇതെല്ലാം ഡ്രൈ ക്ലീനിങ് മെത്തേഡ് ആണ്. അപ്പം പേര് പറയുന്ന പോലെ തന്നെ എന്താണ്, നമ്മൾ ഇവിടെ വാട്ടറിന്റെ യൂസേജ് മിനിമം ആണ്, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെ പറയാം. അപ്പൊ ഏതൊക്കെ വരുന്നുണ്ട്? സ്ക്രീനിങ് ഉണ്ട്, ബ്രഷിംഗ് ഉണ്ട്, ആസ്പിറേഷൻ ഉണ്ട്, അബറേഷൻ ഉണ്ട്, മാഗ്നറ്റിക് സെപ്പറേഷൻ ഉണ്ട്. അപ്പം ഇത്രയും ടൈപ്സ് ഓഫ് ആണ് ഡ്രൈ ക്ലീനിങ് മെത്തേഡ്സ്. ഓക്കെ, ഇനി വെറ്റ് ക്ലീനിങ് മെത്തേഡ്സ് എന്താണ്? നമുക്ക് പേര് കേൾക്കുമ്പോൾ അറിയാം, സോക്കിംഗ് അല്ലെ, നമ്മൾ അതായത് മുക്കി വെച്ചിട്ട് വാഷ് ചെയ്തെടുക്കുന്ന രീതി. സ്പ്രേയിങ്, അതല്ല നമുക്കിപ്പോൾ ഒരുപാട് സമയം അല്ലെങ്കിൽ ഒരുപാട് വെള്ളമൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ കേടാവുന്ന ടൈപ്പ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് സ്പ്രേയിങ് മെത്തേഡ്. ഫ്ലോട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ടാങ്ക് പോലെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്ടർ ആയിരിക്കും, നമ്മൾ അതിനകത്തൂടെ ഈ ഒരു പ്രൊഡ്യൂസ് നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പം ഇത് പാസ് ചെയ്യുന്ന അനുസരിച്ച് ആ ഒരു വെള്ളത്തിന്റെ ഒഴുക്കിലൂടെ എന്ത് ചെയ്യുന്നു, അത് ക്ലീൻ ആവുന്നു. ഫ്ലോട്ടേഷൻ മെത്തേഡ്സ്. അൾട്രാസോണിക് ക്ലീനിങ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഫിൽട്രേഷനും സെറ്റിലിങ്ങും ഉണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലീനിങ് മെത്തേഡ്സ് ആണ്. ഓക്കെ, അപ്പൊ ഡ്രൈ ക്ലീനിങ് മെത്തേഡ്സിൽ സ്ക്രീനിങ്, ബ്രഷിംഗ്, ആസ്പിരേഷൻ, അബറേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ. വെറ്റ് ക്ലീനിങ് മെത്തേഡ്സിൽ ഏതൊക്കെയാണ്? സോക്കിംഗ് ഉണ്ട്, സ്പ്രേയിങ് ഉണ്ട്, ഫ്ലോട്ടേഷൻ ഉണ്ട്, അൾട്രാസോണിക് ക്ലീനിങ് ഉണ്ട്, ഫിൽട്രേഷൻ ഉണ്ട്, സെറ്റിലിംഗ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഓരോ ക്ലീനിങ് മെത്തേഡ്സ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പം ഡ്രൈ ക്ലീനിങ് മെത്തേഡ്സിൽ എന്താണ്? ദീസ് മെത്തേഡ്സ് ആർ റിലേറ്റീവ്ലി ചീപ്പ് ആൻഡ് കൺവീനിയന്റ് ആസ് ദ ക്ലീൻഡ് സർഫസ് ഈസ് ഡ്രൈ. ഹൗവർ എ മേജർ ഡ്രോബാക്ക് ഈസ് ദ സ്പ്രെഡ് ഓഫ് ഡസ്റ്റ്. ഓക്കെ, അതായത് ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താരതമ്യേന വളരെ ചീപ്പായിട്ടുള്ള അല്ലെങ്കിൽ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഡ്രൈ ക്ലീനിങ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ക്ലീനിങ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും അല്ലെ, ഇപ്പൊ വെറ്റ് ക്ലീനിങ് മെത്തേഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ക്ലീനിങ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ഒരു പ്രൊഡ്യൂസിനെ നമ്മളൊന്ന് എന്താ ഡ്രൈ ചെയ്തെടുക്കണം അല്ലെ, നമ്മൾ ഡ്രൈ ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. പക്ഷേ ഈ ഒരു ഡ്രൈ ക്ലീനിങ് മെത്തേഡ്സിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ക്ലീനിങ് കഴിഞ്ഞാലും അതിന്റെ സർഫസ് ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വീണ്ടും ഇതിനകത്തോട്ട് ഇപ്പൊ ഈ ഡസ്റ്റ് പോലത്തെ സാധനങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്ത് അത് വീണ്ടും അതിനകത്തൊരു കണ്ടാമിനേഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ ചില ടൈപ്സ് ഓഫ് ക്ലീനിങ് മെത്തേഡിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാനേ പറ്റൂ. കാര്യം വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മോയ്സ്ചർ ഒക്കെ റീറ്റെയിൻ ചെയ്ത് അത് പെട്ടെന്ന് സ്പോയിൽഡ് ആയി പോകാനുള്ള ഒരു ചാൻസ് ഉള്ളതിനെ കൊണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഫസ്റ്റ് നമ്മൾ ഡ്രൈ ക്ലീനിങ് മെത്തേഡിൽ പഠിക്കുന്നതാണ് സ്ക്രീനിങ്. ഓക്കെ, അപ്പം എന്താണ് സ്ക്രീനിങ്? സ്ക്രീനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് screens are primarily size separators or sorting machines but may be used as cleaning equipment for removing contaminants of different size from that of the raw material. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും സ്ക്രീനിങ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ യൂഷ്വലി കേട്ടിട്ടുണ്ടാവുക ഈ ഗ്രേഡിങ്ങിന്റെ ഒക്കെ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സൈസിന്റെ ബേസിലൊക്കെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ, ഇപ്പം ഒരു കുറെ പൊട്ടറ്റോസ് നമ്മൾ പറിച്ചുകൊണ്ട് വരികയാണ് അല്ലെ. പൊട്ടറ്റോസ് പറിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മളിപ്പോൾ മെഷീൻ വെച്ചിട്ടൊക്കെയാണ്, നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും മെഷീൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ പൊട്ടറ്റോയും അതിന്റെ ലീഫും അതിന്റെ സ്റ്റെമ്മും എല്ലാം കൂടി ഉൾപ്പെടെയാണ് പറിച്ചുകൊണ്ട് വരുന്നത്. പിന്നീട് നമുക്ക് ആ ഒരു ലീഫിനെയൊക്കെ, അത് ഇവിടുത്തെ കണ്ടാമിനൻസ് എന്ന് പറയുമ്പോൾ ആ ലീഫും സ്റ്റെമ്മും അതൊക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ഈ പൊട്ടറ്റോയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണം. നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഈ ഒരു സ്ക്രീനിങ് എന്ന് പറയുന്ന മെത്തേഡ്. അപ്പൊ ഈ സ്ക്രീനിങ് എന്ന് പറയുന്ന മെത്തേഡിൽ എങ്ങനെയാണ്, അതായത് ഇവിടെ ഈ പൊട്ടറ്റോസും ഇതും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമ്മളൊരു സ്ക്രീൻസിനകത്തോട്ട് പാസ് ചെയ്യാണ്. അപ്പം ഈ സ്ക്രീനിന്റെ പൊട്ടറ്റോസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ബിഗർ സൈസ് ആണ് അല്ലെ, ഇതിനകത്തുള്ള സ്ക്രീൻസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സ്മോളർ സൈസ് ആണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള ലീഫ്, സ്റ്റെമ്മ് അല്ലെങ്കിൽ സ്റ്റോക്ക് അങ്ങനത്തെ അല്ലെങ്കിൽ ഇതിന്റെ പ്ലാന്റിന്റെ സ്റ്റെമ്മ് പോലത്തെ പാർട്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ
കുറച്ചുകൂടെ സൈസ് ചെറുതായതുകൊണ്ട് ഈ സ്ക്രീനകത്തും കൂടി ഇത് പാസ് ചെയ്ത് പോകും. പക്ഷെ പൊട്ടറ്റോസ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് വലുതായതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ഈ സ്ക്രീനിലൂടെ പാസ് ചെയ്ത് പോകത്തില്ല. പകരം എന്ത് സംഭവിക്കും, ഇത് അതിന്റെ മുകളിൽ തന്നെ കിടക്കും. അപ്പം ഇവിടെ എന്ത് ചെയ്തു, നമ്മൾ ആ പൊട്ടറ്റോസിനെ ക്ലീൻ ചെയ്തെടുത്തിരിക്കുകയാണ്, അതായത് ഈ പറഞ്ഞ പ്ലാന്റ് പാർട്സിൽ നിന്നും. ഓക്കെ, അപ്പം ആ റോ മെറ്റീരിയലിന്റെ സൈസിനേക്കാളും ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടാമിനൻസ് ആയിരുന്നു ഏത്, റോ മെറ്റീരിയൽ ഇവിടെ പൊട്ടറ്റോ ആണ്, പൊട്ടറ്റോനേക്കാളും ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടാമിനന്റ് ആയിരുന്നു അതിന്റെ ലീഫ്, സ്റ്റോക്ക്, സ്റ്റെം എന്നൊക്കെ പറഞ്ഞു. അപ്പം അത് നമുക്ക് ഈ ഒരു സ്ക്രീൻസ് യൂസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റി. കാര്യം എന്ന് വെച്ചാൽ സ്ക്രീൻസിന്റെ ഇടയ്ക്കൂടെ ഈ കണ്ടാമിനൻസ് മാത്രമേ പാസ് ചെയ്ത് പോകൂ, പൊട്ടറ്റോസ് വലുതായതുകൊണ്ട് പാസ് ചെയ്ത് പോകില്ല. ഓക്കെ, അതാണ് അതിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ. ഓക്കെ, ദീസ് മെഷീൻസ് ആർ യൂസ്ഫുൾ ഇൻ ക്ലീനിങ് fine materials such as flour and ground spices, but must be frequently cleaned to remove oversized contaminants which may otherwise get pulverized due to abrasion and spread contamination of the raw material. അപ്പം ഇവിടെ ഇവർ പ്രധാനമായിട്ടും പറയുന്നത് ഇത്ര സ്ക്രീനിങ്സ് കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫ്ലോർ അല്ലെങ്കിൽ സ്പൈസസ് ഒക്കെ ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ഫ്ലോർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞുകൊണ്ടൊക്കെ എന്താണ്, ഈ ചെറിയ ചെറിയ ഗ്രെയിൻസ് പോലത്തെ അല്ലെങ്കിൽ സ്പൈസസ് പോലത്തെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്ടിക്കിൾസ് അല്ലെ, ചിലപ്പോൾ ഇവിടെ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അതിന്റെ പ്ലാൻ പാർട്സ് ചിലപ്പോൾ ഈ പറയുന്ന ഇതിനേക്കാളും വലുതായിരിക്കും, നമ്മുടെ പ്രൊഡ്യൂസിനേക്കാളും വലുതായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, ഇത് മാത്രം നമുക്ക് വേണ്ട പ്രൊഡ്യൂസ് മാത്രം സ്ക്രീനിലൂടെ താഴേക്ക് പോകും, ബിഗർ ആയിട്ടുള്ള കണ്ടാമിനൻസ് അവിടെ മുകളിൽ റിമെയിൻ ചെയ്യും. രണ്ട് രീതിയിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു സ്ക്രീനിങ്ങിന്റെ കാര്യം പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഫോട്ടോ കിട്ടിയില്ല, കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ അത് മനസ്സിലാവുമായിരുന്നു. അപ്പം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യുക, ഇങ്ങനെ ഗ്യാപ്പ് ഉള്ള സ്ക്രീൻസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഈ പൊട്ടറ്റോസും ഇതും എല്ലാം കൂടെ ഉള്ള നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് വന്ന് ഇതിനകത്തോട്ട് പാസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മൂവ് ചെയ്യുകയോ ചെയ്യും. അപ്പൊ ഈ മൂവ്മെന്റിൽ എന്താണ്, ഇതിന്റെ ഒരു ഷേക്കിങ്ങോ അല്ലെങ്കിൽ മൂവ്മെന്റോ കാരണം ഈ പ്ലാന്റിന്റെ പാർട്ടിക്കിൾസ് താഴോട്ട് വീഴും, പക്ഷെ പൊട്ടറ്റോസ് എന്ത് ചെയ്യും, അവിടെ തന്നെ നിൽക്കും. അപ്പൊ നമുക്ക് അവിടെ ക്ലീൻ ചെയ്ത് കിട്ടപ്പെടുകയാണ്. ഓക്കെ, അതാണ് ആ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. ഇനി അടുത്തത് അബ്രേഷൻ ക്ലീനിങ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അബ്രേഷൻ ക്ലീനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇവിടെ ഈ പറഞ്ഞോണക്ക് എന്താണ്, ഒരു തരം ടൈപ്പ് ഓഫ് ഒരു റബ്ബിംഗ് പോലാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഈ ടംബ്ലേഴ്സ് അല്ലെങ്കിൽ വൈബ്രേറ്റേഴ്സ് അല്ലെങ്കിൽ അബ്രേസീവ് ഡിസ്ക് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ബ്രഷസ് ഒക്കെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മളെ പൊട്ടറ്റോസ് തന്നെ എടുക്കുക. അപ്പൊ ഇത് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരുമ്പോൾ ഇതിനകത്ത് നിറച്ച് മണ്ണും ചെളിയും പൊടിയും അഴുക്കും ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് ഈ വൈബ്രേറ്റേഴ്സിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ടേൺ ചെയ്യുന്ന ബ്രഷസിലൂടെ ഒക്കെ പാസ് ചെയ്ത് പോകുമ്പോൾ ഇതിന്റെ മുകളിൽ ഇങ്ങനെ സർഫസിൽ റബ്ബ് ചെയ്ത് പോവുകയല്ലേ. അപ്പൊ ഈ ഒരു ക്ലീനിങ് മെഷീനറിന്റെ ആ മൂവിങ് പാർട്ടിലൂടെ പോകുന്ന സമയത്ത് അതിന്റെ സർഫസിലുള്ള ഈ ഡേർട്ടും ഡസ്റ്റും എല്ലാം പോയി ഇത് ക്ലീൻ ആയിട്ട് കിട്ടുകയാണ്. ഓക്കെ, അപ്പൊ അതാണ് അബ്രേഷൻ ക്ലീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, അപ്പം നിങ്ങൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊരു അബ്രേഷൻ ക്ലീനിങ്ങിന് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബ്രഷ് ആണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുഡ് ഐറ്റംസ് ഒന്ന് ഇത് പാസ് ചെയ്യുന്ന സമയത്ത് ഇതവിടെ നിൽക്കുന്ന സമയത്ത് ഈ ബ്രഷസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എന്താണ്, ആ ഒരു ഫുഡിനെ ഫുള്ളായിട്ട് ഇതിങ്ങനെ ബ്രഷ് ചെയ്ത് ഈ ഡസ്റ്റ് പോലത്തെ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒക്കെ എന്താണ് അതിങ്ങനെ ക്ലീൻ ചെയ്ത്, ഇപ്പൊ ഡസ്റ്റ് അല്ലെങ്കിൽ ഈ മഡൊക്കെ ഉണങ്ങി പിടിച്ചിരിക്കുന്നത് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത് അബ്രേഷൻ ക്ലീനിങ് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബ്രഷ് ആണ്. ഓക്കെ, അബ്രേഷൻ ബിറ്റ്വീൻ ഫുഡ് പാർട്ടിക്കിൾസ് ഓർ ബിറ്റ്വീൻ ദ ഫുഡ് ആൻഡ് മൂവിംഗ് പാർട്സ് ഓഫ് ദ ക്ലീനിങ് മെഷീനറി അല്ലേ. ഇവിടെ ക്ലീനിങ് മെഷീനറി എന്ന് പറയുന്നത് ഈ ഒരു ബ്രഷ് ആണ്. ഓക്കെ, ഇതെന്ത് ചെയ്യുന്നു, നമ്മുടെ ആ ഒരു ഇതിനെ ലൂസൻ ചെയ്ത് റിമൂവ് അഡ്ഹറിങ് കണ്ടാമിനൻസ്, അതായത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കണ്ടാമിനൻസിന് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തത് ആസ്പിരേഷൻ ക്ലീനിങ്. ഓക്കെ, അപ്പൊ ആസ്പിരേഷൻ ക്ലീനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ആസ്പിരേഷൻ അല്ലെങ്കിൽ വിന്നോയിങ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത് എന്ത് ബേസ്ഡ് ആണ്, ബേസ്ഡ് ഓൺ ദ ഡിഫറൻസസ് ഇൻ ദ എയ്റോഡൈനാമിക് പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിന്നോയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ഇങ്ങനെ ഒരു ചൊല്ലി കേട്ടിട്ടില്ലേ, അതായത് കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന് പറയും അല്ലെ. അതായത് ഈ തൂറ്റുക മീൻസ് എന്താണ്, അത് വിചാരിക്കുമ്പോഴത്തേക്ക് തൂറ്റുക എന്ന് മീൻസ് കഴിഞ്ഞാൽ, അതായത് നമ്മളിങ്ങനെ ഈ പാറ്റുക എന്നൊക്കെ പറയത്തില്ലേ, അതായത് നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കും, എന്താണ് ഇതാണ്ട് ഈ ഒരു സംഭവം കണ്ടോ. അതായത് ഇവിടെ നമ്മുടെ നെല്ലെടുത്തിട്ട് ഈ കാറ്റ് വീശുന്ന സമയത്ത് എന്താണ്, ഈ കാറ്റിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ കാറ്റിനെ ഫേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നു, ഇതിന് നമ്മളിങ്ങനെ പതുക്കെ ഇടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ ഈ ഹസ്ക് പോലത്തെ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഔട്ടർ ഷെല്ല് പോലത്തെ വളരെ വെയിറ്റ് കുറഞ്ഞ അല്ലെങ്കിൽ ഇപ്പം അകത്ത്
ഈ ഗ്രെയിൻസ് ഒന്നും ഇല്ലാത്ത നമ്മുടെ പൊള്ളയായിട്ടുള്ള നമ്മുടെ പതിരെന്നൊക്കെ പറയത്തില്ലേ, അതായത് ആ ഒരു ഷെല്ലിനകത്ത് ഗ്രെയിൻ ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പൊ അങ്ങനത്തെ പോഡായിട്ടുള്ള സാധനങ്ങൾ അതൊക്കെ എന്ത് സംഭവിക്കുന്നു, വെയിറ്റ് കുറവ് കാരണം ഈ കാറ്റുള്ള ദിശയിലേക്ക് അതങ്ങ് മാറി പോകും. ബാക്കിയുള്ള ഗ്രെയിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, ഇത് നേരെ താഴോട്ട് വീഴും. ഇനി വേറെ സംഭവങ്ങൾ ഉണ്ടായിരിക്കും ഇതിനകത്ത് കണ്ടാൽ. ഇപ്പൊ ഈ കല്ല് പോലത്തെയൊക്കെ എന്താണ്, കല്ല് പോലത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ബാക്കിലായിട്ടായിരിക്കും വീഴുന്നത്, കാര്യം കുറച്ചും കൂടെ വെയിറ്റ് കൂടുതൽ. അപ്പൊ നമുക്കൊരു 3 സെപ്പറേഷൻ സാധനങ്ങളാണ് കിട്ടുന്നത്. അതായത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത് കുറച്ച് ദൂരേക്ക് മാറി വീഴും. നമ്മുടെ ആ ഒരു മീഡിയം വെയിറ്റ് ഉള്ള സാധനമായിരിക്കും നമ്മുടെ ആ ഒരു ഗ്രെയിൻ എന്ന് പറയുന്നത്, അത് നേരെ താഴേക്ക് വീഴും. ഇനി ഈ നമ്മുടെ സ്റ്റോൺസ് പോലത്തെയൊക്കെ എന്താണ്, അത് കുറച്ചും കൂടെ അല്ലെങ്കിൽ റിമെയിൻ ചെയ്യും, അല്ലെങ്കിൽ അത് ബാക്കിലേക്ക് വീഴും. ഓക്കെ, അപ്പൊ അതാണ് എന്ത് നമ്മുടെ ഈ ഒരു വിന്നോയിങ് അല്ലെങ്കിൽ ആസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, ബേസ്ഡ് ഓൺ ദ ഡിഫറൻസസ് ഇൻ ദ എയറോഡൈനാമിക് പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ അല്ലെ. ഇവിടെ നമ്മുടെ ഒരു കല്ല് താഴേക്ക് വീഴുന്ന സമയത്ത് ഒരു കാറ്റടിക്കുമ്പോൾ കല്ലിലുണ്ടാവുന്ന ഇമ്പാക്റ്റ് അല്ല ആ ഒരു ഗ്രെയിനിലുള്ളത് അല്ലെ. ഗ്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് കല്ലെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിട്ട് അല്ലെങ്കിൽ വരും, ഗ്രെയിൻ കുറച്ചും കൂടെ അങ്ങ് നീങ്ങും. പക്ഷേ വളരെ ഇപ്പൊ ഷെല്ല് പോലത്തെ ഹസ്ക് പോലത്തെ സാധനങ്ങളൊക്കെ ആകുമ്പോൾ വളരെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് അത് കുറച്ചും കൂടെ ദൂരെ മാറി വീഴും. ഓക്കെ, അപ്പൊ ആ ഒരു ഡിഫറൻസ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ആസ്പിറേഷൻ ക്ലീനിങ് അല്ലെങ്കിൽ വിന്നോയിങ് വർക്ക് ചെയ്യുന്നത്. ഇതും ഒരു ഡ്രൈ ക്ലീനിങ് മെത്തേഡാണ്. ഓക്കെ, അപ്പൊ the raw material to be cleaned is fed into a stream of air flowing at controlled velocity to separate the raw materials into 2 or more streams. Okay, എക്സാമ്പിൾ ലൈറ്റ് ആൻഡ് ഹെവി സ്ട്രീം. അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ വർക്ക് ചെയ്യുന്ന മെഷീനറീസിനകത്തും നമുക്ക് എന്താണ് ഈ ടൈപ്പ് ഓഫ് ആസ്പിറേഷൻ ക്ലീനിങ്. ഇതിപ്പോ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെ, വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള മാനുവൽ ആയിട്ടൊരു ടൈപ്പ് ഓഫ് ക്ലീനിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതപ്പോൾ ഇതും എന്താണ് നമ്മുടെ ആസ്പിറേഷൻ ക്ലീനിങ്ങിൽ തന്നെ വരുന്നതാണ്, പക്ഷേ മാനുവൽ ആയിട്ടുള്ള മെഷീനറി യൂസ് ചെയ്തിട്ടുള്ളതല്ല. ഓക്കെ, അപ്പൊ രണ്ടിന്റെയും എന്താണ് വർക്കിംഗ് സെയിം ആണ്, ബേസ്ഡ് ഓൺ ഡിഫറൻസ് ഇൻ ദ എയറോഡൈനാമിക് പ്രോപ്പർട്ടീസ് വെച്ച് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് the cleaned products are usually discharged as the middle stream അല്ലെ. അപ്പം ആ ഒരു നടുക്ക് വരുന്ന ആ ഒരു സ്ട്രീമിലുള്ളതാണ് നമുക്ക് വേണ്ട കളക്ട് ചെയ്യേണ്ട റോ മെറ്റീരിയൽ. പിന്നെ ലീവ് ചെയ്യുന്ന ഏതൊക്കെയാണ്, ഹെവി ഡെബ്രിസ്, അതായത് വെയിറ്റ് ഉള്ള ഇപ്പൊ സ്റ്റോണ് അല്ലെങ്കിൽ മെറ്റൽസിന്റെ പീസസ് ഓഫ് മെറ്റൽ അല്ലെങ്കിൽ വുഡ്, അങ്ങനത്തെ കുറച്ച് വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ലീവ് ചെയ്യും. ബിഹൈൻഡ് വൈൽ ഫ്ലോട്ടിംഗ് ഓഫ് ലൈറ്റ് ഡെബ്രിസ് അല്ലെ, ബാക്കിയുള്ള ഇപ്പം ചെറിയ ചെറിയ കമ്പുകൾ അല്ലെങ്കിൽ ഹസ്ക് അല്ലെങ്കിൽ ചെറിയ നാരുകൾ അങ്ങനത്തെ ഹെയർസ് പോലത്തെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, കുറച്ചും കൂടെ ദൂരേക്ക് കാറ്റിന്റെ ഡയറക്ഷനിൽ അങ്ങോട്ടേക്ക് പോയിട്ട് ദൂരേക്ക് മാറി വീഴും. അപ്പൊ അതാണ് ആസ്പിറേഷൻ ക്ലീനിങ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ ക്ലീനിങ് സീരിയൽസ്, നട്ട്സ്, ബീൻസ്, ഓണിയൻസ്, മെലൺ, എഗ്സ് ആൻഡ് അതർ ഫുഡ് വിച്ച് ആർ നോട്ട് അമനബിൾ ടു വെറ്റിംഗ്. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മുടെ സീരിയൽസ്, നട്ട്, ബീൻസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് വെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോകുന്ന സാധനങ്ങൾ. അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആസ്പിറേഷൻ ക്ലീനിങ് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ എഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എഗ് ഇങ്ങനെ എടുത്ത് ഇടുകയാണോ എന്ന് വിചാരിക്കരുത്. ഇത് മെഷീനറി വെച്ചിട്ട് ചെയ്യുമ്പം ഈ മെക്കാനിസം തന്നെയായിരിക്കും, ഡിഫറെന്റ് രീതിയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ദ മെത്തേഡ് കനോട്ട് ബി യൂസ്ഡ് വിത്ത് ഓക്സിഡേഷൻ സെൻസിറ്റീവ് മെറ്റീരിയൽ. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്, എന്താണ് ഈ പറഞ്ഞൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, ഇത് എയറുമായിട്ട് കോൺടാക്ട് വരികയാണ് അല്ലെ. അപ്പം ഓക്സിജനുമായിട്ട് അല്ലെങ്കിൽ കോൺടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പോയിൽഡ് ആയി പോകുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീനിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് മെത്തേഡ് കനോട്ട് ബി യൂസ്ഡ് വിത്ത് ഓക്സിഡേഷൻ സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഏതൊക്കെ മെത്തേഡ്സ് പഠിച്ചു, ആദ്യമേ നമ്മൾ എന്താണ് നമ്മുടെ ആ ഒരു സ്ക്രീനിങ് പഠിച്ചു, രണ്ടാമത് നമ്മൾ അബ്രേഷൻ ക്ലീനിങ് പഠിച്ചു, മൂന്നാമത് നമ്മൾ വിനോയിങ് അല്ലെങ്കിൽ ആസ്പിറേഷൻ ക്ലീനിങ് പഠിച്ചു. ഓക്കെ, ഇനി അടുത്തതാണ് മാഗ്നറ്റിക് ക്ലീനിങ്. ഓക്കെ, മാഗ്നറ്റിക് ക്ലീനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ്, അതായത് ചില ഫുഡ് മെറ്റീരിയൽസിനകത്ത് മെറ്റാലിക് കണ്ടാമിനൻസ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ആ ഒരു മെറ്റൽസിനെ അട്രാക്ട് ചെയ്യുന്ന മാഗ്നറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫുഡിനെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം magnetic separators used for this type of cleaning include rotating or stationary magnetic drums, magnetized belt, magnets located over belt carrying the food, or staggered magnetized grids through which the food is passed അല്ലെ. അപ്പൊ ഇപ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്തേ, ഞാനിപ്പം ഇവിടെ ഇപ്പോൾ ഒരു കണ്ടെയ്നർ വെച്ചിട്ട് ഒരു മെഷീൻ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ മെഷീന്റെ ഇവിടെ എന്താണ് മാഗ്നറ്റ് ഉണ്ട് എന്ന് വെക്കുക. ഓക്കെ, അപ്പൊ ഈ മെഷീനിലൂടെ ഫുഡ് പാർട്ടിക്കിൾ ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത്, റോ മെറ്റീരിയൽസ് പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടാണ് മാഗ്നറ്റ് ഉള്ളത്. അപ്പൊ ഇതിനകത്തുള്ള മെറ്റാലിക് ആയിട്ടുള്ള സംഭവം എന്ത് ചെയ്യും, ഈ മാഗ്നറ്റിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. മാഗ്നറ്റിക് അല്ലാത്ത സാധനങ്ങൾ വേറെ സെപ്പറേറ്റ് ചെയ്യപ്പെടും. അപ്പൊ അതാണ് ആ ഒരു മാഗ്നറ്റിക് ക്ലീനിങ്ങിന്റെ ഒരു വർക്കിംഗ്. ഇവിടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഫീഡർ. അപ്പൊ ഫീഡറിലൂടെ എന്താണ് മാഗ്നറ്റിക് ആയിട്ടുള്ളതും നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള അതായത് നമ്മുടെ റോ മെറ്റീരിയൽ പാസ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് എന്ത്, നമ്മുടെ മാഗ്നറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മെറ്റാലിക് ആയിട്ടുള്ള കണ്ടാമിനൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു മാഗ്നറ്റിക്
മാഗ്നറ്റിക് റോളർ ഉണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? ഈ മാഗ്നറ്റിക് റോളറുമായിട്ട് അല്ലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു മെറ്റാലിക് സബ്സ്റ്റൻസുകൾ എങ്ങോട്ടേക്ക് വീഴും? ഒറ്റിപ്പിടിച്ച് ഇത് ഇങ്ങോട്ടേക്ക് വീഴും. നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യപ്പെടേണ്ട റോ മെറ്റീരിയൽ എങ്ങനെ വരും? അത് ഇപ്പുറത്തേക്ക് സെപ്പറേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ ഇതാണ് മാഗ്നറ്റിക് സെപ്പറേറ്റേഴ്സിന്റെ ഒരു വർക്കിംഗ്. ഇനി അടുത്ത് നമ്മൾ മിസ്ലേനിയസ് ഡ്രൈ ക്ലീനിങ് മെത്തേഡ്സ് ആണ്. ഓക്കെ, അപ്പം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ബേസിക് യൂണിറ്റ് ഓപ്പറേഷൻസ് ഇൻ ഫുഡിന്റെ ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നമ്മൾ ബേസിക് യൂണിറ്റ് ഓപ്പറേഷൻസ് ഇൻ ഫുഡ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് പറഞ്ഞു, എന്തൊക്കെ ടൈപ്സ് ഓഫ് യൂണിറ്റ് ഓപ്പറേഷൻ ആണ് വരുന്നതെന്ന് പറഞ്ഞു. അതിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ക്ലീനിങ് പറഞ്ഞു. ക്ലീനിങ്ങിന്റെ ഒരു ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ ക്ലീനിങ് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് റോ മെറ്റീരിയൽ ആണ്, എന്ത് പർപ്പസിനാണ്, എത്രത്തോളം കണ്ടാമിനൻസ് ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു അല്ലെ. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും 2 ടൈപ്സ് ഓഫ് ക്ലീനിങ് ഉണ്ടെന്ന് പറഞ്ഞു. ഡ്രൈ ക്ലീനിങ്ങും ഉണ്ട്, വെറ്റ് ക്ലീനിങ്ങും ഉണ്ടെന്ന് പറഞ്ഞു. ഡ്രൈ ക്ലീനിങ്ങിൽ നമ്മൾ ഈ പറഞ്ഞൊക്കെ വളരെ വാട്ടർ സെൻസിറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഡ്രൈ ക്ലീനിങ് വഴിയാണ് അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ഈ പറഞ്ഞതാണ് ഈ പറഞ്ഞൊക്കെ നമ്മുടെ അബ്രേഷൻ ക്ലീനിങ്, അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീൻസ്, അതുപോലെ തന്നെ മാഗ്നറ്റിക് ക്ലീനേഴ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി ഇതിനകത്ത് തന്നെ കുറച്ച് അധികം ക്ലീനിങ് മെത്തേഡ്സ് വരുന്നുണ്ട്. അത് നമ്മൾ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും നന്ദി. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് ജസ്റ്റ് വായിച്ച് പോകാവുന്ന സാധനമാണ്. പ്രത്യേകിച്ച് ബേസിക് യൂണിറ്റ് ഓപ്പറേഷൻസ് ഇൻ ഫുഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു.